ചുങ്കത്തറ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കടന്നിരിക്കുകയാണ്. ചുങ്കത്തറയിൽ BJP സ്ഥാനാർത്ഥി എത്ര വോട്ട് സമാഹരിക്കും? BJPയിൽ നിന്ന് ചോർന്നാൽ അത് എവിടേക്ക് ഒഴുകും? അൻവർ അവിടെ എത്ര വോട്ട് പിടിക്കും? 1000 വോട്ടിന്റെ ലീഡാണ് ചുങ്കത്തറയിൽ UDF പ്രതീക്ഷിക്കുന്നത്. അത് നിലനിർത്താൻ അവർക്ക് കഴിയുമോ? 6003 നിന്ന് 5751 ആര്യാടൻ ഷൗക്കത്ത് ചെറുതായി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ വീഴ്ചയല്ല. പക്ഷെ ആദ്യമായി 9ാം റൗണ്ടിലെത്തിയപ്പോൾ പോത്തുകലിൽ എം സ്വരാജ് ലീഡ് എടുത്തിരിക്കുകയാണ്. എല്ലായിടത്തും എം സ്വരാജിനെ മറികടന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് മുന്നേറ്റം എന്ന് പറയാൻ കഴിയില്ല. പോത്തുകലിൽ അവര് അഭിമാനം കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് സ്വന്തം പഞ്ചായത്താണ്, അവിടെ ചില സാധ്യതകളുണ്ട് എന്നത് നിലനിർത്താൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. ചുങ്കത്തറയിലേക്ക് പോകുമ്പോൾ ഇനി സമവാക്യങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ചുങ്കത്തറയിൽ. അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ, ചുങ്കത്തറയിൽ അവിടുത്തെ മോഹൻ ജോർജിന് കിട്ടാനിടയുള്ളതും പോകാനിടയുള്ളതുമായ വോട്ടുകൾ അതെങ്ങോട്ടേക്ക് പോകുന്നുവെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ വോട്ടുകളിൽ എങ്ങോട്ടേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നു. അവിടെ PV അൻവർ അദ്ദേഹത്തിന്റെ അത്ഭുതം ആവർത്തിക്കാൻ പോകുന്നുണ്ടോ? 1000 വോട്ട് നിലനിർത്തുക എന്ന ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ, അത് നിലനിർത്താൻ UDFന് കഴിയുമെന്നാണ്. അസ്ലം, BJPയുടെ ഒരു പ്രകടനം വളരെ നിർണായകമാണ്. BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള പഞ്ചായത്ത് ഏതാണ്? ഏത് റൗണ്ടിലാണ് വരുന്നത്? അവർ പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ കരുളായി, വൈക്കണവിലൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതേസമയം ചുങ്കത്തറ എന്ന് പറയുന്ന അവരുടെ സ്ഥാനാർത്ഥിയെ, മോഹൻ ജോർജ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്ത് വഴി ചുങ്കത്തറയിൽ നിന്ന് കുറച്ച് കൂടുതൽ വോട്ടുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ 10ാമത്തെയും 11ാമത്തെയും റൗണ്ട് വളരെ നിർണായകമാണെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ മോഹൻ ജോർജിലൂടെ അവർ പ്രതീക്ഷാർത്ഥത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ചോർത്തിയെടുക്കാൻ, UDFിന്റെ ക്രിസ്ത്യൻ വോട്ടുകൾ ചോർത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ, അതോ PV അൻവർ എന്ന് ഉയർത്തിയ വനമേഖലയിലെ പ്രശ്നങ്ങളിലേക്ക് വോട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും BJPക്ക് പ്രതീക്ഷാർത്ഥത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞില്ല. അവരുടെ പരമ്പരാഗതമായ മേഖലകളിൽ വലിയ തോതിൽ വോട്ട് വന്നിട്ടില്ല. ഈ മോഹൻ ജോർജ് നിർത്തുന്നതിലൂടെ സമാഹരിക്കാവുന്ന അധിക വോട്ടുകളെ കുറിച്ചാണ് അസ്ലം ഇപ്പോൾ പറയുന്നത്. അതല്ല, BJPക്ക് അവിടെ ഒരു കോർ വോട്ടുണ്ടല്ലോ, ഒരു 10,000 വോട്ടാണെങ്കിൽ അവരൊരു ബേസ് വോട്ടാണല്ലോ. നമുക്ക് ഇതുവരെ ലഭിച്ച കണക്കനുസരിച്ച് BJP പ്രതീക്ഷാർത്ഥത്തിലുള്ള വോട്ടിലേക്ക് പോയിട്ടില്ല. 10,000-ലധികം വോട്ട് അവർ പിടിക്കാറുണ്ട്. സാധാരണ 8 വരെ പരമാവധി അവരുടെ വോട്ട് കിട്ടേണ്ടതാണ്. അത് ആ ഘട്ടത്തിലേക്ക് അവർ വന്നിട്ടില്ല. അവരുടെ വോട്ടുകൾ ഭിന്നിച്ചു പോയി എന്ന് വേണം നമുക്ക് കരുതാൻ. പൂർണ്ണമായും അവരുടെ കണക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതേസമയം പിന്നെ ചുങ്കത്തറ കൂടി നമുക്ക് BJPയുടെ വോട്ടിന്റെ കണക്ക് എടുക്കുമ്പോൾ 9ാം റൗണ്ടിന് കൂടുതൽ വിശദാംശങ്ങൾ വന്നിരിക്കുന്നു. ആകെ ലീഡ് ഇതുവരെ 5400, അത് 9ാം റൗണ്ടിലാണ്. 9ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ 10ാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 10ാം റൗണ്ടിൽ 6585 വോട്ടിന്റെ ലീഡിലേക്ക് ഉയർന്നിട്ടുണ്ട്. 6585 വോട്ടിന്റെ ലീഡിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് ഉയർന്നിട്ടുണ്ട്. അദ്ദേഹം നില മെച്ചപ്പെടുത്തുകയാണ്. എന്തായാലും ഒരു റൗണ്ടിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് തന്റെ ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു റൗണ്ടിൽ മാത്രം. പക്ഷേ അതുപോലും അങ്ങനെ കാര്യമായി ലീഡ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ആര്യാടൻ ഷൗക്കത്തിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള തന്നെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി എന്തോ ഒഴിച്ചാൽ സ്വന്തം നാടായ പോത്തുകൽ എണ്ണി കഴിയുമ്പോൾ പോലും ഒരു തരത്തിലുള്ള ഒരു വെല്ലുവിളിയാകാൻ, ആര്യാടൻ ഷൗക്കത്തിന് വെല്ലുവിളിയാകാൻ എം സ്വരാജിന് കഴിയുന്നില്ല. ഇതിനിടെ PV അൻവർ, അദ്ദേഹം 10,000 വോട്ട് കടന്നിട്ടുണ്ട്. 10,329 PV അൻവറിന്റെ വോട്ട്. എം സ്വരാജിന് ഇപ്പോഴും 35,371 വോട്ടേ ആയിട്ടുള്ളൂ. 41,956 വോട്ടുമായി ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് മുന്നിൽ. അപ്പോൾ എന്തായാലും ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം നടന്നിട്ടുണ്ട് അവിടെ. PV അൻവർ വോട്ടിങ്ങിൽ ഒരു നിർണായക ഘടകമായിട്ടുണ്ട്. ഉന്നയിക്കപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് തുടങ്ങിയ സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്ന ഫലസൂചനകളിൽ വ്യക്തമാണ്. PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു ചർച്ചയായി, തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. അത് ജനങ്ങളെ സ്വാധീനിച്ചു, വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് PV അൻവർ നേടിയ 10,000-ന് മുകളിലുള്ള വോട്ട് നിശ്ചയമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 10,000 മുതൽ 15,000 വോട്ട് വരെയാണ് PV അൻവർ നേടുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടത്. അത് ജനങ്ങൾ ആ വോട്ട് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ UDFിന്റെ കൂടി വിഷയങ്ങളായിരുന്നു. ഇതിനിടെ ഒരു ഭരണവിരുദ്ധ വികാരത്തിലെ വോട്ട് ഭിന്നിച്ചിട്ട് പോലും സ്വരാജിന് ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഒരു പഞ്ചായത്തിലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പോത്തുകലിൽ ഒഴികെ, പോത്തുകലിലെ 300-ൽ താഴെ വോട്ടിന്റെ ഒരു ലീഡ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.